ഹലോ എവരിവൺ, നിങ്ങളുടെ SSLC IT മിഡ് ടേമിനും ഫൈനലിനും മോഡലിനും പബ്ലിക്കിനും ഒക്കെ വരാൻ പോകുന്ന ഒരു സംഭവമാണ് നിങ്ങളുടെ 6ാമത്തെ ചാപ്റ്ററിലെ ദ വേൾഡ് ഓഫ് റോബോട്ട്സ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് റോബോട്ടിക്സ് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഇങ്ങനത്തെ സിമ്പിൾ സംഭവങ്ങളാണ്. അത് മൊത്തം ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നായിരിക്കും. എങ്ങനെയാണ് ഒരു LED ഒരു ആർഡുയിനോ ബോർഡിൽ കമ്പ്യൂട്ടറിന് കണക്ട് ചെയ്ത് ബ്രെഡ് ബോർഡിൽ ഇട്ടിട്ട് കണക്ഷൻ ഉണ്ടാക്കാമെന്നും ഇയാൾ എങ്ങനെ ബീപ്പ് ഓക്കെ അല്ലെങ്കിൽ ബ്ലിങ്ക് ചെയ്യിക്കുക എങ്ങനെയാണെന്ന് നമ്മൾ കാണുന്നതായിരിക്കും. അടുത്ത വീഡിയോസിൽ നമ്മൾ ബീപ്പും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് സാനിറ്റൈസേഷനും നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരും. അപ്പോൾ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ബാക്കിയുള്ള ഫസ്റ്റ് ചാപ്റ്ററിന് സെക്കൻഡ് ചാപ്റ്ററിനൊക്കെ പ്രാക്ടിക്കൽസ് ഒക്കെ ഈ ചാപ്റ്റർ ചാനലിൽ വന്നിട്ടുണ്ട്. ആ വീഡിയോസും ചെക്കൗട്ട് ചെയ്യാൻ മറക്കരുത്. ഒരു പ്ലേലിസ്റ്റ് ഞാൻ താഴെ കൊടുക്കാം. അപ്പം എല്ലാത്തിനും പ്രാക്ടിക്കലി തിയറിന് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്ന എക്സാം ആൻഡ് നിങ്ങൾക്ക് വന്ന ക്വസ്റ്റ്യൻ ഏതാണെന്നും കൂടി ഡെഫിനറ്റ്ലി അറിയിക്കുക. സോ ദാറ്റ് ബാക്കിയുള്ളവർക്ക് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് നമ്മുടെ വേൾഡ് ഓഫ് റോബോട്ട്സിലെ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് LED എങ്ങനെ കത്തിക്കുക എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വളരെ സിമ്പിളായിട്ട് നോക്കാം. ലൈക്ക് ചെയ്യാത്തൊരു ലൈക്കും കൂടി ചെയ്തേക്ക്. ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ റോബോട്ടിക്സ് കിറ്റിലെ എല്ലാ സംഭവങ്ങളും. നമുക്കിതിലെ എല്ലാ സംഭവങ്ങളും ആവശ്യമില്ല. നമ്മുടെ ഫസ്റ്റ് 2 എക്സ്പെരിമെൻറ്റിന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഏറ്റവും നിങ്ങൾക്ക് സിമ്പിളായിട്ട് അറിയുന്നത് ഇത് LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ്, ഇത് റെസിസ്റ്റർ. നിങ്ങൾ ഫിസിക്സിൽ കേട്ടിട്ടുണ്ടാവും റെസിസ്റ്റർ. കറണ്ട് നമുക്കൊന്ന് സ്റ്റോപ്പ് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണിത്. ഇതൊരു LED ഞാൻ പുറത്തെടുത്ത് വെച്ചത്. ഇത് USB കേബിൾ, നമ്മൾ കമ്പ്യൂട്ടറിന് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള USB കേബിളാണ്. പിന്നെ വരുന്നതാണ് ഈ സാധനം. ഇതാണ് ആർഡുയിനോ ഊനോ എന്ന് പറയാം. ഇതിനുള്ളൊരു മൈക്രോ പ്രോസസ്സർ ഉണ്ട്. ഈ മൈക്രോ പ്രോസസ്സറിൻ്റെ പേരെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെയുള്ളതാണ് ഈ ബ്രെഡ് ബോർഡ്. ഓക്കെ, ഒരു ബ്രെഡ് പോലെ കാണാമെന്നില്ല, പക്ഷേ ഇതിലാണ് നമ്മളെല്ലാം കണക്ഷൻ വരുത്താൻ പോകുന്നത്. ഇത് ബ്രെഡ് ബോർഡ്, ഇതും അറിഞ്ഞിരിക്കണം. ഇതാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത്. പിന്നെ ഈ കാണുന്ന കേബിൾസാണ് ജമ്പർ കേബിൾസ്. ജമ്പർ കേബിൾസ് ശ്രദ്ധിക്കാൻ പറ്റും. നോക്കിയാൽ ഒരു സൈഡിൽ പിന്നും മറ്റേ സൈഡിൽ സ്ലോട്ടും വരുന്നത്. ഇതിൽ കണ്ടോ, ഇവിടെ ഒരു സൈഡിൽ പിന്ന് വരുന്നു, ഒരു സൈഡിൽ സ്ലോട്ട് വരുന്നു. അതിനെ മെയിൽ ടു ഫീമെയിൽ എന്ന് പറയും. 2 എൻഡിലും സ്ലോട്ട് വരുന്നത് നമ്മൾ ഫീമെയിൽ ടു ഫീമെയിൽ എന്ന് പറയും. 2 എൻഡിലും ഈ പിന്ന് വരികയാണ്, ഈ എൻഡിലും പിന്ന് വരികയാണ് നമ്മൾ മെയിൽ ടു മെയിൽ പറയും. നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിന് ഫസ്റ്റിന് നമുക്ക് ഇയാളാണ് ആവശ്യം വരുന്നത്. നമുക്ക് മെയിൽ ടു മെയിലാണ് വേണ്ടത്. അപ്പോൾ ഇത് ആവശ്യമില്ല, ഇവരൊന്നും ആവശ്യമില്ല. ഇതൊക്കെ അടുത്ത എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മതി. ഓക്കെ, അപ്പോൾ ഫിഗർ 6.4 നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മുടെ ആർഡുയിനോ ഊനോ, അതേപോലെ നമ്മുടെ USB കേബിൾ, ജമ്പർ കേബിൾ, മെയിൽ ടു മെയിൽ, പിന്നെ ബ്രെഡ് ബോർഡ്, LED, റെസിസ്റ്റർ. ഇത്രയും സംഭവങ്ങൾ മതി. ഇനി ഡയഗ്രാം സൂക്ഷിച്ച് നോക്കുക. നമുക്ക് ബ്രെഡ് ബോർഡ് ഇങ്ങനെ തന്നിട്ടുണ്ട്, ഇങ്ങനെയല്ല ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണാൻ പറ്റും ABCDEF അങ്ങനെയാണ് അതിൽ കൊടുത്തത്. ഇതിൽ പേരില്ല. അപ്പോൾ ABCDEFGHI എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പ്ലസ് മൈനസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവനെ ഫസ്റ്റ് റോ എന്ന് ഫസ്റ്റ് കോളം എന്ന് വിളിക്കുക. 1 എന്ന് കൊടുത്തത്, ഇത് 2ാമത്തത്, 3ാമത്തത്. ഓക്കെ, ഇത് നമ്മൾ തുടങ്ങാൻ പോകുന്നത് നമുക്ക് ഈ ആർഡുയിനോ ഊനോ നമ്മുടെ ഈ സാധനത്തിൽ നിന്ന് ഇതിൻ്റെ 2 സൈഡുണ്ട് കേട്ടോ. ശ്രദ്ധിക്കുക, ഇത് 2 സൈഡുണ്ട്. പവർ സൈഡ് ഉണ്ട്, ഡിജിറ്റൽ പിൻ സൈഡ് ഉണ്ട്. ഓക്കെ, നമുക്ക് പവർ സൈഡിലെ 5 വോൾട്ട് ഉണ്ടോ, 5 വോൾട്ട് എന്നാൽ 1 2ാമത്തെ പിൻ. ഓക്കെ, 2ാമത്തെ പിന്നിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്കൊന്ന് സൂക്ഷിച്ച് പൊക്കി കാണിച്ചു തരാം. പവർ സൈഡിലെ 2ാമത്തെ 5 വോൾട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്നു. അവിടുന്ന് കറണ്ട് ഇവിടേക്ക് വരുന്നു. അത് ഞാൻ റെഡ് കളർ പിൻ വെച്ച് തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ റെഡ് കളർ ജമ്പർ കേബിൾ എടുക്കുന്നു, മെയിൽ ടു മെയിൽ. എന്നിട്ട് ഞാൻ 5 വോൾട്ടിൽ കണക്ട് ചെയ്യുന്നു. ഓക്കെ, 5 വോൾട്ട് കണക്ട് ചെയ്തു. ഇനി ഇത് നമ്മൾ ബ്രെഡ് ബോർഡിൽ ഫസ്റ്റിൽ 1 ഞാൻ കൊടുക്കുക, ഫസ്റ്റ് റോല് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഫസ്റ്റ് റോല് മൊത്തം അല്ലെ ഫസ്റ്റ് കോളത്തിൽ മൊത്തം ഈ കറണ്ട് എത്തിക്കോളും. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് റോല് നമ്മുടെ ബുക്കിൽ കാണിച്ച പോലെ തന്നെ ഇവിടെ കൊടുക്കുന്നു, ഈ അറ്റത്ത് കൊടുക്കുന്നു. ഓക്കെ, നമ്മുടെ ബുക്ക് പോലെ തന്നെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് റോല് കറണ്ട് എത്തുന്നു. ഇനി നമുക്ക് ആ LED എത്തിക്കണം. പക്ഷേ LED എത്തിക്കുന്നതിന് മുൻപ് നമുക്കൊരു റെസിസ്റ്റർ വെക്കണം. എന്താണ് റെസിസ്റ്റർ? റെസിസ്റ്റർ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക, നേരെ ഉണ്ടാവുക. ഞാൻ പക്ഷേ വളച്ചിടും, നമുക്ക് അത്രയും നീളം വേണ്ട. അപ്പോൾ ഞാൻ വളയ്ക്കുന്നു, ഒരു റാ ഷേപ്പിലേക്ക് ആക്കുന്നു. ഓക്കെ, റാ ഷേപ്പിലേക്ക് ആക്കുന്നു, കാരണം നമുക്ക് ഒരു കുത്തിക്കതണം. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഈ ജമ്പർ കേബിൾ കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അല്ലെങ്കിൽ അതിന് തൊട്ടിപ്പുറത്ത് ആ റോല് തന്നെ കേട്ടോ, ഫസ്റ്റ് റോല് ഫസ്റ്റ് കോളത്തിൽ തന്നെ ഞാൻ ഇതിവിടെ കുത്തുന്നു, കുത്തി കയറ്റി. ഞാൻ ഇവിടെ ഞാൻ ഇവിടെയും കുത്തി കയറ്റി. ഓക്കെ, ഒന്ന് നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, കുത്തി കയറുന്നു നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഫസ്റ്റ് റോല് നമ്മൾ കറണ്ട് എത്തി, അതിന് കുറച്ച് റെസിസ്റ്റൻസ് കൊടുത്ത് ഇവിടെ എത്തിച്ചു. ഓക്കെ, ഇനി അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ LED-ൻ്റെ ഏതറ്റം, LED-ക്ക് 2 അറ്റമുണ്ട്, ചെറുതും വലുതും ഉണ്ട്. ചെറിയ അറ്റത്തെ കാഥോഡ് എന്ന് വിളിക്കും. ഓക്കെ, ചെറിയ അറ്റം നെഗറ്റീവാണ്, കാഥോഡാണ്. വലിയ അറ്റം നീളം കൂടിയത് ആനോഡാണ്. ഈ ആനോഡ് അല്ലെങ്കിൽ നീളം കൂടിയ ആളാണ് നമ്മുടെ റെസിസ്റ്ററിന് തൊട്ടപ്പുറത്ത് വെക്കേണ്ടത്. ഓക്കെ, ഞാൻ ചെറിയ ആൾ എന്താ ചെയ്യുന്നത്, ചെറിയ ആൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ റോലല്ല, 2ോ 3ോ അല്ല 4ോ എല്ലാം ചെയ്യാം. ആ റോൽ അല്ലാതെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ 3rd റോല് ചെയ്യുന്നു, എനിക്കൊരു സുഖത്തിന് വേണ്ടി. ഓക്കെ, ഞാൻ ഒന്ന് കുറച്ച് വിടർത്തി. ഓക്കെ, 1ലും 3ലും കൂടി കണക്ട് ചെയ്തു. 1ലും 3ലും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ 1ൽ ആനോഡ് 3ൽ കൊടുത്തു. ഇനിയിപ്പോൾ നിങ്ങൾ തെറ്റിപ്പോയാൽ എക്സാമിനെല്ലാം ചെയ്യുമ്പോൾ തെറ്റിപ്പോയാൽ തിരിച്ച് വെച്ചാൽ വർക്ക് ആയിക്കോളും. അപ്പോൾ ആദ്യം വർക്കാവില്ല, പിന്നെ വർക്കാവും. ഇനി കറണ്ട് ഇങ്ങനെ ഇവിടെ എത്തി, റെസിസ്റ്ററിൽ കൂടെ പോയി, ആനോഡ് കയറി, LED കയറി, തിരിച്ചിവിടെ 3ലെത്തി. 3ൽ ഇനി തിരിച്ചിങ്ങോട്ട് എത്തണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈ 3rd റോലാണ് നമ്മുടെ ഈ ജമ്പർ കേബിൾ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ബ്ലാക്ക് കേബിൾ തന്നെ എടുക്കുകയാണ്. ഞാൻ ഇതിൻ്റെ കാഥോഡിൻ്റെ തൊട്ടിപ്പുറത്തങ്ങ് എടുത്തിടുന്നു. ഓക്കെ,
ഇവിടെ ഇടുന്നു. എന്നിട്ട് ഇതെന്താ ചെയ്യേണ്ടത്? ഗ്രൗണ്ടിൽ കൊടുക്കണം. നിങ്ങൾക്ക് കാണാൻ പറ്റും അഡ്രീനോയിൽ നമുക്ക് ഇവിടെ പവറിൻ്റെ എവിടെ ഗ്രൗണ്ട് ഉണ്ട്, ഇവിടെ ഗ്രൗണ്ട് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഇവിടുത്തെ ഗ്രൗണ്ട് കൊടുത്തുകൊണ്ട് ഡിജിറ്റൽ പിന്നിൻ്റെ ഗ്രൗണ്ട് ആയതുകൊണ്ട് അവിടുത്തെ GND എന്ന് എഴുതിയെടുത്ത് ഗ്രൗണ്ട് കൊടുക്കുന്നു. ഓക്കെ, ഇനി കഴിഞ്ഞിട്ടില്ല, എല്ലാം കണക്ഷനുമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറണ്ട് എത്തിക്കണം. കറണ്ട് എത്തിക്കാൻ വേണ്ടി ഞാൻ USB കേബിൾ എടുക്കുകയാണ്. ഇതാണ് USB കേബിൾ. ഇത് കമ്പ്യൂട്ടറിൻ്റെ അറ്റത്ത് കണക്ട് ചെയ്യാനുള്ള അറ്റം. ഇതാണ് കമ്പ്യൂട്ടറിൻ്റെ അറ്റത്ത് കണക്ട് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ അഡ്രീനോയിൽ. ഓക്കെ, USB കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തു. ഇതിവിടെ കണക്ട് ചെയ്താൽ കറണ്ട് വരേണ്ടതാണ്. യെസ്, നമ്മുടെ LED കത്തി. LED ക്ലിയർ ആയിട്ട് കത്തുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇത് ഊരിയാൽ LED ഓഫായി, കറണ്ട് പോയാൽ LED ഓഫായി. ഓക്കെ, ഇതാണ് സംഭവം. ഇനി എന്തെങ്കിലും കണക്ഷനിലൊക്കെ തെറ്റ് പറ്റിയാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ LED തിരിച്ച് ആനോഡിക്ക് അതോട് തിരിച്ച് പോയാൽ നിങ്ങൾ നോക്കിയാൽ അത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ആനോഡ് അപ്പുറത്ത് കൊടുത്തു, പോസിറ്റീവ് ഉള്ളിടത്തേക്ക് ഞാൻ തിരിച്ച് കൊടുത്ത് എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. ഉണ്ട്, കത്തില്ലൊന്നും സംഭവിക്കില്ല. കണക്ഷനൊക്കെ ടൈറ്റ് ആണോ നോക്കുക, എവിടെയെങ്കിലും ലൂസ് ഉണ്ടെങ്കിലും വർക്ക് ആവില്ല. LED നന്നായിട്ട് ഉള്ളിൽ കയറി നിൽക്കണം കേട്ടോ ബ്രെഡ് ബോർഡിൻ്റെ, നല്ല വർക്ക് ആവുക. ഞാൻ വീണ്ടും കറക്റ്റായിട്ട് ചെയ്തു, വർക്ക് ആവുന്നുണ്ട്. ഇനി ഇവിടെ എന്തെങ്കിലും ലൂസ് കണക്ഷൻ ഉണ്ടോ നോക്കുക, റെസിസ്റ്റൻസ് കറക്റ്റ് ആണോ നോക്കുക, അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ വർക്ക് ആവേണ്ടതാണ്. ഇതാണ് നമ്മുടെ ഡയഗ്രാം 6.4. ഇനി ഇതേ സെയിം സാധനം നമുക്ക് ബ്ലിങ്കിങ് LED ആക്കാം. ബ്ലിങ്കിങ് LED ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിതാ ഡയഗ്രാം എന്താ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് 6.5 എടുക്കാം. ഇനി ഡയഗ്രാം 6.5 നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ ഗ്രൗണ്ട് തന്നെ ഈ ലൈവ് അല്ലെങ്കിൽ നമ്മുടെ റെഡ് കേബിളിന് പകരം പച്ച കേബിൾ ഉപയോഗിച്ചു. ഞാനൊരു രസത്തിന് അങ്ങനെ മാറ്റുന്നു. നിങ്ങൾ റെഡ് കേബിൾ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, ഞാൻ പച്ച കേബിൾ കൊണ്ടുവന്നു. ഇനി എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്, ബ്രെഡ് ബോർഡിൽ നമ്മുടെ ഫസ്റ്റ് കോളത്തിൽ കണക്ഷൻ ഉണ്ട്. ഇനി നമ്മൾ പവറിലെ 5 വോൾട്ടിന് പോകുന്നതിന് പകരം, പവറിലൊരു 5 വോൾട്ട് ഉണ്ട്, അതിലേക്ക് പോകുന്നതിന് പകരം നമ്മളോട് പറഞ്ഞു ഡിജിറ്റൽ പിൻ, ഈ ഗ്രൗണ്ടിന് തൊട്ടിപ്പുറത്ത് ഡിജിറ്റൽ പിൻസാണ്. ഡിജിറ്റൽ പിൻ 1 മുതൽ 13 ഉണ്ട്. ഈ ഡിജിറ്റൽ പിൻ 13ലേക്ക് കൊടുത്തോളാൻ പറഞ്ഞു. ഡിജിറ്റൽ പിൻ 13ലേക്ക് ഞാൻ ഇവനെ കൊടുക്കുന്നു. ഓക്കെ, തൊട്ടിപ്പുറത്തുള്ളതാണ്. ഞാൻ എന്താ ഇവിടെ ഡിജിറ്റൽ പിൻ 13 അല്ല, ഇവിടെയാണ് 13. കറക്റ്റ് കിട്ടുന്നില്ലല്ലോ. 13 കൊടുത്തു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ബ്ലിങ്ക് 1 ഓഫ്, ഓൺ ഓഫ്. ഞാൻ കറണ്ട് മാറ്റുന്നില്ല കേട്ടോ, ഓണായി ഓഫായി കളിക്കുന്നു. ഇത് 13 കൊടുത്തോണ്ട് കേട്ടോ. അതേ സമയത്ത് ഈ സെയിം സാധനം പച്ച കളറിലല്ല കേട്ടോ ഇമ്പോർട്ടൻസ്, കേബിളിൻ്റെ കളറിലൊരു ഇമ്പോർട്ടൻസും ഇല്ല. ഞാൻ 5 വോൾട്ടിൽ കൊടുത്താൽ ഓണായി നിൽക്കുന്നു. ഓക്കെ, ഇനി ഞാൻ അതുകൊണ്ടിട്ട് 13 കൊടുത്താൽ ഓൺ ഓഫ്. അപ്പോൾ ഈ 13 ഡിജിറ്റൽ പിന്നിൽ കോഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. 1 സെക്കൻഡ് ഓൺ, 1 സെക്കൻഡ് ഓഫ്, 1 സെക്കൻഡ് ഓൺ, 1 സെക്കൻഡ് ഓഫ്. ഓക്കെ, അത്രേ ഉള്ള സംഭവം നമ്മുടെ ബ്ലിങ്കിങ് LED. ഇനി 13 കോഡ് മാറ്റണമെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിലിട്ടിട്ട്, നമ്മുടെ ലിനക്സ് കമ്പ്യൂട്ടറിലിട്ട് അതും പഠിക്കണം. അതായിരിക്കും അടുത്ത വീഡിയോ. ഇപ്പോൾ ഇത്രയും സംഭവങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അടിപൊളിയായിട്ട് പോയി എക്സാം എഴുതുക. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ്സിൽ അറിയിക്കുക. ഈ വീഡിയോസ് കാണാൻ മറക്കരുത്, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്.